നിങ്ങളെ മൂത്ത മോനൊന്ന് കാണിച്ചു തരുമോ ചോദിക്കണ്ടേ? ആ എന്താ പറയാനുള്ളത്? ഇന്ന് രാത്രി മൂന്നെണ്ണോടടി. ഇതെന്താ സാധനം മനസ്സിലായ? ഇമ്മതാ ഇമ്മ കൊണ്ടുവന്നൊരു സാധനാണ്. എങ്ങനെയുണ്ട്? അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാണ്ടിട്ടാ അല്ലേ? എന്തൊക്കെയാണ്? നമ്മള് വെള്ളിയാഴ്ചല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്. പിന്നെ ജുമാക്ക് പോയി വന്ന് എന്തായാലും വെള്ളിയാഴ്ച പോയി വന്ന്. ഇന്ന് ജുമാന്റെ ദിവസമാണ്. ഇന്ന് പൊന്നു കൊറേ ദിവസത്തിന് ശേഷം ജുമാക്ക് പോയില്ലേ? സ്കൂളിൽ പോക്കില്ലേ? എപ്പോഴും പോയിണ്ടാ. ഓ അപ്പൊ പൊന്നു ജുമാക്കൊക്കെ പോക്ക് തുടങ്ങിക്കണ് അല്ലേ? ഇപ്പൊ പോയി തുടങ്ങിയതാ? അല്ല, കുറച്ചായിട്ട്. ഓൻ കുറച്ച് എന്താ പറയാ, കുറച്ച് വലിപ്പം വെച്ച മുതലേ പാനപ്പം ജുമാക്ക് പോട്ടാ. ജുമാക്ക് വലിയനും പോകട്ടാ. പള്ളിക്കൊക്കെ പോകണമെങ്കിൽ ഒക്കെ പാനപ്പം പോവും. പിന്നെ എന്താ വെച്ചാല് ഇന്നത്തെ വിശേഷം എന്താ വെച്ചാല്, പിന്നെ നമ്മളെ മുത്തു വന്നില്ലേ? മുത്തു വന്നു. ഇന്നലെ മുത്തു വന്നു. ഇന്ന് മോന് വരും. നാളെ പരിപാടി ഉണ്ട്. എനിക്ക് എന്റെ 3 ഏട്ടന്മാരിൽ എനിക്ക് ആരെ കൂടുതൽ ഇഷ്ടം? മോനൂനും മുത്തുവിനും. കുട്ടി മോനെ ഇഷ്ടല്ല. എന്തുകൊണ്ടാ? തല്ലുണ്ടാക്കും. എല്ലാം അടിയിലാക്കി കൊണ്ട് കൊത്തിക്കൊണ്ടാണ് ഓന്. മോനെ ഒന്ന് ഇങ്ങനെ തൊട്ടാൽ ഓൻ വലിയ കൊത്തും കൂടെ തിരിച്ചു കൊടുക്കും. ഇമ്മ അങ്ങോട്ട് നോക്കി ഓൻ എന്നെ കാട്ടണെന്ന് അറിയോ? ഓൻ എപ്പോഴും ചെറിയ കുട്ടിയാണ് അല്ലേ? അപ്പൊ മുത്തുവിന് എനിക്ക് നല്ല ഇഷ്ടം. മുത്തു എന്താ വാങ്ങി തന്ന് വന്നിട്ട്? പിന്നെ വരുമ്പോ എന്താ കൊടുന്നേ? നീ ചിരുന്ന് പറഞ്ഞു കൊടുക്ക്. ഡയറി മിൽക്ക് സിൽക്കും പിന്നെ കൊറേ ഡയറി മിൽക്കുകളും കൊടുന്നീന്നാ. പിന്നെ ബാറ്റും അത് തന്നു. താറ് ഓർഡർ ചെയ്യണ്ടല്ലോ എനിക്ക് തന്നെ. അടുത്ത വരവില് ഫ്ലിപ്കാർട്ടിൽ നിന്ന് താറ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓനോട് ചോദിച്ചു നോക്കോണ്ട് ഇജ്ജ് പറഞ്ഞതാന്നേ. ഇത് ബാറ്റ് അടിച്ചടിച്ച് പൊളിഞ്ഞ. പിന്നെ മുത്തു മുത്തു ഇന്നലെ വന്നിട്ട്, ഇന്നലെ രാവിലെ ഒരു 10-11 മണിക്ക് ഉണ്ട് ആള് വരുന്നേ. ഇത് എറണാകുളത്തല്ലേ? അപ്പൊ ബൈക്ക് ഓടിച്ചാൽ വന്നിട്ടൊരു സമാധാനം ഉണ്ടെന്നില്ല. ഏതായാലും എത്തി. പിന്നെ എന്താ പറയാ, ഇപ്പം നാളെ ശനിയാഴ്ച ഈ വീഡിയോ വരുന്ന ദിവസമാണ് കയറട്ടാ. ശനിയാഴ്ച ചെറിയ താത്താൻ്റെ, നമ്മളെപ്പോഴും പോകില്ല കുഞ്ഞോൾ താത്ത, ചെറിയ താത്താൻ്റെ ആ ജനലിൻ്റെ ഒരു വെളിച്ചം കണ്ട് എടുക്കുന്നുണ്ട്. അപ്പം നാളത്തെ എൻഗേജ്മെൻറ്റും, നാളെ താത്താൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ്. അപ്പം അതിന് കൂടിയിട്ട് വന്നാട്ടാ. അപ്പം എല്ലാവരും കൂടണ്ടേ? അപ്പോൾ ഓൻ്റെ അടുത്തല്ലേ, അപ്പോൾ എൻഗേജ്മെൻറ്റുള്ള ഓൻ്റെ അടുത്താണ് ഇവന് നിൽക്കണ കേട്ടോ. കടയിൽ, ഓൻ്റെ കടയിലാണ്. എന്തൊക്കെ ഒരുപാട് വണ്ടികൾക്ക് നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടോണ്ടി വെയിറ്റ് ചെയ്യുക. അല്ല അടിപൊളി പരിപാടിയാണ്. ഒരുപാട് 100 ആൾ കൂടുന്ന പരിപാടിയായിട്ട് ഇവിടുന്ന് ആണ്ട് പോവുകയാണ് താത്താൻ്റെ. പിന്നെ എന്താ പറയുക, അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. ഒത്തു വന്ന് ഇനിയിപ്പോൾ വൈകുന്നേരം കുട്ടിമോൻ വരും. പിന്നെ പിന്നെ ഒരു സംഭവം ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. അപ്പം ഞാൻ ഇന്നലെ ഒരു ചുരിദാർ വാങ്ങി, എന്താ പറയുക, സീനത്ത് പോയി വാങ്ങിയിട്ടാ. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പം ഇതാണ് എൻ്റെ ചുരിദാർ കേട്ടോ. തുണിയാണ്. കുറച്ചുകൂടി ആണ്ടിക്കടാ അങ്ങോട്ട് അറിവ്. ഞാൻ ഷാൾ ഇട്ടെടുത്താ. ഷാൾ എന്നിട്ട് കാണിച്ചെടുത്താ ഇങ്ങനെ ഇടുക. അല്ല, ഇന്റെ തലയിൽ കൂടി ഇല്ലതാ ഷാള്. ഇതാ എന്റെ ഷാള്. ഇങ്ങോട്ട് അതിന്റെ ഇവിടെയൊക്കെ കാണിച്ചു കൊടുക്ക്. അപ്പൊ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടാ. അല്ല പൊന്നോ, എനിക്ക് ഇഷ്ടമായിക്കണ? ഇതാർക്ക് ഇഷ്ടപ്പെട്ടെടുത്താ? ഇപ്പൻ്റെ സെലക്ഷനാണ്. പിന്നെ അതിൻ്റെ പാൻറ് ഇതാ. പിന്നെ എൻ്റെത് ഇനി അടുത്ത എൻ്റെ ഒരു ടീഷർട്ടും പറ്റിയില്ല. ലാസ്റ്റ് പറ്റിയ ടീഷർട്ട് ഇതാ. CR7 തന്നെ. എന്താണ്? റൊണാൾഡോ ആണല്ലേ? അപ്പോൾ ഓനക്കൊരു ടീഷർട്ട്, വേറെ ഒന്നുമില്ല, ഇതന്നെ ഉള്ളൂ. പിന്നെ മോന് പിന്നെ വെള്ളല്ലേ,
ഓന് വെള്ളട്ടോളും. പിന്നെ തന്നെ ഇതാ ചുരിദാർ അടിച്ചാനും വേണ്ടിയിട്ട് വെട്ടാനും വേണ്ടി വെച്ചാണ് കേട്ടോ. കണ്ടില്ലേ ലൈനിങ് കൊടുന്ന് വെച്ചിക്കണ്. പിന്നെ ഇന്ന് എന്താ അറിയോ ഇത് ഒരു ഫംഗ്ഷൻ അല്ലേ ഉള്ളത്, എത്ര 3 ഫംഗ്ഷൻ അല്ലേ? എന്തിന് അവന്തിന് 3 ചുരിദാർ വാങ്ങി. 3 ഓൾറെഡി. ഇന്നലെ വാങ്ങിയതോ? അത് ഇമ്മാക്കല്ല, അത് സുഫിദാത്താക്കാണ്. കൊണ്ടുപോയില്ലേ? ആണ്ട് കൊണ്ടുപോയി കൊടുത്ത് കണ്ടില്ല അമ്മ അതിൻ്റെ അടുക്ക് പോകുമ്പോ ഒരു വാങ്ങാൻ പറഞ്ഞിരുന്നേ. അപ്പൊ ഞാൻ എൻ്റെ പച്ച ചുരിദാറില്ലേന്നാ ഒരു കോട്ടൻ്റെ കണ്ടുകാണ്ട് അവരെന്നോട് പറഞ്ഞു ഇനി സീനത്തേക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് എടുക്കൊണ്ടിന്ന്. അപ്പോൾ അത് ഞാൻ ഓൽക്ക് അവിടെ ചെന്നപ്പോൾ വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞേടി ഞാൻ അങ്ങനെ സീനത്തിന് വന്നിങ്ങനെ വേണം ചോദിച്ചപ്പോൾ അപ്പം 2 തൊട്ട് താത്താൻ്റെ മോക്കൊന്നും എടുത്തിരുന്നിട്ടാ. അപ്പോൾ അതാ പറഞ്ഞേ 3 എണ്ണമാണ് നിങ്ങൾ എടുത്തേക്കണെന്ന്. അപ്പം ഇനി ഇന്നത്തെ പരിപാടി ഇതാ മൈലാഞ്ചിട്ടുണ്ട്. ഓർഗാനിക്കാണ് ഞാൻ സ്ഥിരമായിട്ട് ഇടല്, ഞാൻ ഇത് ഇടലില്ല പക്ഷേ അപ്പം ഇനി അത് കിട്ടൂലല്ലോ. അപ്പം ഇനി ഇത് ഇടുകയാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കിക്കണത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പുറത്ത് പോയിട്ട് വന്നിട്ട് അതാ ബിരിയാണി ഇവിടെ ദമ്മിട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ വന്നിട്ട് വിളമ്പാച്ചിട്ടാണ്. ചോറ് വിളമ്പായക്കണില്ല, മുത്ത് വന്നിട്ട് ചോറ് വിളമ്പാറിഞ്ഞാണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ബാവ എന്താ പറയുക മണലെടുക്കാൻ പോയിട്ട് എത്തിയിട്ടില്ല കേട്ടോ. കുറേ നേരമാവും എത്താൻ. ഇന്ന് നേരം വൈകുന്നു പറഞ്ഞത്. ഇപ്പോൾ മുത്തുവിനെ കൊണ്ട് ചിക്കനും ഇതൊക്കെ വാങ്ങിച്ച് ബിരിയാണി വെച്ച് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നാളെയും ബിരിയാണിയാണ്. നോക്കിയിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ മോനിപ്പടുത്തൊന്നും പെരീത് തിന്നിട്ടില്ല. അവിടെ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ മോന് കോൾ ചെയ്ത് മോന് വരുന്നുണ്ട് പറഞ്ഞിട്ട് മോന് എന്താ പറയുക കൊടിഞ്ഞിയിലൊക്കെ കയറിയിട്ടാണ് ആൾ വരുന്നത്. രാവിലെ പോന്നിങ്ങനെ വരുന്നത്. ഇന്ന് ലീവാണ് അവനക്ക്. വെള്ളിയാഴ്ചയും വെള്ളി ശനി ഞായർ പിന്നെ തിങ്കളാഴ്ച രാവിലെ അങ്ങനെ തന്നെ പോകും വേണം. പിന്നെ കുറേ ആൾക്കാർ മൂത്ത മോനെ ചോദിച്ചിരുന്നു, മൂത്ത മോനെ കണ്ടിട്ടില്ല പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഓൻ വന്നാൽ നിങ്ങൾക്ക് ഓനെ കാണട്ടെ, ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഓൻ ഉണ്ടാവും. അല്ലാതൊന്നും ക്യാമറ ഇഷ്ടമല്ല, ആർക്കും ഓനെ കാണാൻ നിങ്ങൾക്ക്. ഒരുപാട് ആൾക്കാർ കാണാത്തവരുണ്ട് മൂത്ത മോനെ. നമുക്ക് മറ്റോനെ പിന്നെ കാണുന്നുണ്ട്, സംസാരിച്ചില്ലെങ്കിലും ഓനെ അവിടെ ഇവിടെയൊക്കെ കാണാം. പക്ഷേ ഇവനെ ഞങ്ങൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഓനെ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണാം. പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാം. മൂത്ത മോനെ മുത്തൂനെ ഒപ്പം വരും. ഓന് ഫ്രണ്ടിൻ്റെ അടുത്ത് കണ്ട് പോയതാണ്, ഇപ്പോൾ വരും. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ഇതാണ് ഞങ്ങൾ മൂത്ത പുത്രൻ. ഓഫർ ഏത് എടുത്താലോ അവിൻ്റെ എടുത്താ നാളെ നിർത്തിക്കാ എൻഗേജ്മെന്റിനുള്ള ഷർട്ട് ലാവൻഡർ അടിപൊളിയല്ലോ. എന്നത്തെ പോലെ വളമ്പീര് ഒക്കെ കൊടുന്ന് വെച്ചാട്ടാ. ഇങ്ങനെ കാണുമ്പോ എന്തൊരു എങ്ങക്ക് തന്നെ ഉള്ളൂന്ന് പറഞ്ഞു. ഇരിക്കി കാക്ക ഇരിക്കി ഞാൻ വളമ്പിക്കൊണ്ട് അടുത്തുന്നല്ലേ നോക്ക്. അന്ന ഒരുപാട് 1000-ഓളം ആൾക്കാർ നിങ്ങളെ മൂത്ത മോനൊന്ന് കാണിച്ചു തരുമോ ചോദിക്കണ്ടേ. എന്താ പറയാനുള്ളേ? ഇതാണ് ഞങ്ങളെ മൂത്ത പുത്രൻ. ബാപ്പി മോനെ ഒരേപോലെ ഇല്ലേ? മൂത്ത മോനെ കാണാത്തവരൊക്കെ കണ്ടോളെ. അപ്പൊ ഞങ്ങൾ ടേബിളിൽ കാണാത്ത ഒരാളാണ് തേടിയില്ലേ. പാവം മുത്തോളൂ ഇല്ല. പാവം വെച്ച് തല വിൽക്കൊന്നും വേണ്ട. ഞങ്ങളെ കൂടുതൽ കഴിച്ചിട്ട് പോകാനാണ് പാവം. ഉറങ്ങുമ്പോ അല്ല ഉറങ്ങുമ്പോഴും അല്ലെങ്കിലും ഓൻ പാവമാണ്. എന്നെ കൊണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറയും പാവം കാക്കയാണ്. അല്ല ഇവരെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പാവാണെന്ന്? എന്നെ കൊണ്ട് പറഞ്ഞത് കുറെ ആൾക്കാര് ആ കുട്ടി ഒരു പാവാണെന്ന്. ഇത് ഞങ്ങളെ ഏറ്റവും വലിയ കൽക്കുന്നൻ ഇതാണ്. ഇത് കൽക്കുന്നനാണ്. തോറ്റ ടീമിന്റെ ഫാൻസ്. മോന് വരാണ്ട് കുട്ടിമോനോ വിളിച്ചീനാ. മോനും വരുന്നുണ്ട്. കൊടിഞ്ഞിയിലാണ്. ചേളാരിന്ന് കൊടിഞ്ഞിയിലെത്തിക്കണല്ലോ ബസ്സിന്. ചേളാരി എന്താണ് ചെമ്മാട് ഹൈലൈറ്റ് മാളിലൊക്കെ പോയിക്കണ്. എന്നിട്ട് നല്ല ചെക്കന്മാരുണ്ട്. എന്നിട്ട് പോയി അവിടുന്ന് വരുമ്പോൾ പൈസ കഴിഞ്ഞത്. പിന്നെ മുത്തു എന്ന് ബിരിയാണി എന്നാണ് 1 മാസമായില്ലേ? 1 മാസം ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ബിരിയാണി അപ്പൊ ഞാൻ നാളെ ബിരിയാണി തന്നെയാണ്. എന്നാലും ഞാൻ ബിരിയാണി വെച്ചു. എന്താ വെച്ചാൽ പെരീ തോന്നാൻ തിന്നൂലല്ലോ. ഇനി പോയി കഴിഞ്ഞാൽ 1 മാസല്ലേ? അടുത്ത മാസം വരുള്ളൂ.
അത് അവിടെ ചിലവർക്ക് അപ്പതാ നമ്മള് മോലേറ്റ് എത്തിക്കണേ ഒരു സലാം പറയടോ. അവിടെ എത്തി, അവിടെ എത്തി. അപ്പോ അസ്സലാമു അലൈക്കും. ചോറിന്നിട്ടില്ല, ചോറിന്നിട്ടില്ല. അവ മോനെ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മോൾട്ടിയ കയ്യൊടുക്ക്. മോൾട്ടി ഇവിടെ എപ്പോഴാ വരാ നിങ്ങൾ ചോദിച്ചു. കുറവായി പോകല്. ആ ചോറ് തരട്ടാ. ഒറ്റക്ക് ബസ്സിന് വന്നാണ്. വളയൊന്നുമില്ല. പൈച്ചകള് മുഖം അറിയണ്ട്. ഇതെന്താ സാധനം മനസ്സിലായ? ഇതമ്മ ഇമ്മതാ ഇമ്മ കൊണ്ടുവന്നൊരു സാധനാണ്. ഇതാ എങ്ങനെയുണ്ട്? പുള്ളിയാണല്ലേ പുള്ളിയെ ഉപ്പിലിട്ട മാങ്ങ. അതും നല്ല കണ്ടി. മാളുവിന്റെ അവസ്ഥ നോക്കിയൊക്കെ കടിച്ചിട്ട് കണ്ണിന്ന് വെള്ളം വന്ന് പുളിയോണ്ട്. ഉപ്പിലിട്ട മാങ്ങ കഞ്ഞി കൂടി തിന്നാലമ്മ. അടിപൊളി ടേസ്റ്റാണ്. വീട്ടിലുണ്ടായ മാങ്ങണം രണ്ടാമത്തെ താത്താന്റെ വീട്ടിലവിടെ ഉണ്ടായിട്ട് അതാണ്. അപ്പം നല്ല ടേസ്റ്റ്. ആരും ചോദിക്കരുത്, തരാൻ കഴിയൂല. മോനെ വന്നിട്ട് മോൻ ചോറുന്നാണ്. അടിപൊളി ഉണ്ട്. അപ്പം മാങ്ങ നല്ല ഉള്ള കാലത്ത് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉപ്പിലിട്ട് വെച്ചോണ്ടിയും സുർക്കിയിലൊക്കെ ഇട്ട് വെച്ചോണ്ടി. ഇന്നങ്ങനെ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് കഴിക്കാം അല്ലേ? ഓക്കെ. എന്താ പരിപാടി? പരിപാടി നേരത്തെ കണ്ട ആ ചുരിദാറല്ലേ? വെട്ടി ആദ്യം ലേരിങ്ങ ഹോട്ടല് അങ്ങനെ ഉണ്ടല്ലേ? മൂർച്ച കൂട്ടാനല്ലേ? ചെറിയ നെതറുണ്ട്. അല്ല കത്രിക അവധി. കത്രികന്റെ അവധി കത്രീന്റെ അവധി കഴിഞ്ഞു. ഇത് ആദ്യം ഇതിന്റെ ലൈനിങ് വെട്ടണം അല്ലേ? പാചകം പറഞ്ഞെടുക്കില്ല. അതല്ല, ഞാൻ ശരിക്കും എന്നോട് ഇത് ലാസ്റ്റ് നോക്കിയാ പോരെ. അപ്പോ എനിക്ക് ഇത് വെട്ടിക്കൂടെന്ന് ചോദിച്ചത്. അപ്പൊ ലൈനിങ് വെട്ടി. അപ്പൊ ഞാനേ എനിക്ക് കയ്യിന് തികയില്ല. അപ്പൊ ഞാൻ 2.25 എല്ലാരും 2.5 അങ്ങനെ, ഞാൻ 2.25 അങ്ങനെ കയ്യിന് ഒരു പീസ് ബാക്കി ഇട്ടുള്ളൂ ലൈനിങ്ങേ. അപ്പോൾ ഇത് വെട്ടി. ഞമ്മക്ക് ഇതാദ്യം ഇട്ടാണ്ട് ഇതിമൻ തന്നെ കയ്യിനുണ്ട്. ബാക്ക് ഇതാണ് സെപ്പറേറ്റ് പീസ് ആട്ടാണ്ടാ. മറ്റേ സൈഡിൽ നിന്ന് എടുക്കലല്ലേ. ഇവിടെ ഉണ്ട്. ഇതാ ഞാൻ ഈ കയ്യിന് കൊടുക്കാൻ അങ്ങനത്തെ ലെൻസിന് വേണ്ടി മുത്തൂസൊക്കെ പറഞ്ഞയച്ചു. മുത്തൂസിൽ ആ സാധനം ഇല്ല. കോട്ടക്കെന്ന് വാങ്ങണ്ടീന്ന്. ഞാൻ നിങ്ങളൊപ്പം കോട്ടക്ക് പോരണ്ടീന്ന്. അപ്പൊ പറ്റൂല, അപ്പൊ മറന്ന്. അപ്പൊ ചുരിദാർ ഏകദേശം വെട്ടി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഫസ്റ്റ് പീസ് കഴിഞ്ഞ് ഇനി ബാക്ക് പീസ് വെട്ടുണ്ട്. അപ്പൊ ഞാൻ അത് അടിച്ചിട്ടേ അടിച്ചു കഴിഞ്ഞിട്ട് വരാം അല്ലേ? അടിച്ചു കഴിഞ്ഞിട്ട് വരാം. പിന്നെ അപ്പൊ ഇവിടെ പെരുന്നാൾ മാസം കണ്ടോന്ന് കേട്ടാ. ഇവിടെ എന്താ രണ്ടാക്കാ പരിപാടി നോക്കിട്ടാ. ഒരു കൈ അടിച്ചു കഴിഞ്ഞാ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. മോൾട്ടിക്ക് ഇതാ മൈലാഞ്ചി ഇട്ട് കൊടുക്കണേ. മോൾട്ടിന്റെ എൻഗേജ്മെന്റ് ആണ് നാളെ അല്ലേ? അതല്ലല്ലോ. മോൾട്ടിന്റെ മോന് കാക്കാൻ്റെ. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതാ ഇവര് രണ്ടാം കൂടി ഇപ്പൊ തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ബാക്കി വരച്ച് കഴിഞ്ഞിട്ട് കാണട്ടാ ഇൻഷാ അല്ലാഹ്. അപ്പോ ഇനി ഇത് അടിച്ച് എന്താണ് ഇട്ടിട്ട് നാളെ കാണിച്ചിട്ടുണ്ട് കേട്ടാ. നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ ഞങ്ങൾ എൻഗേജ്മെന്റിന് പോകുന്ന വീഡിയോയിലെ എങ്ങനെയുണ്ടെന്നുള്ളത് പണി അന്ത്യ നേരം നോക്കുമ്പോൾ കഴിഞ്ഞായി കെയ്യുന്നുള്ള വിശ്വാസം ഉണ്ട്. അതില്ലെങ്കിൽ ഞാൻ സഹായിക്കണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഞാൻ കുറച്ച് അടിച്ചിട്ട് ബാക്കി ഭാഗങ്ങൾ ഏകദേശം ഒരു മെയിൻ ഭാഗങ്ങളൊക്കെ ചെയ്തോ. ബാക്കി നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്.
അതിന് ഞാൻ ഒരു ടൈലറെ കല്യാണം കഴിക്കേണ്ടിന്ന് മുത്തൂണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നാളെ നല്ല അടിപൊളി വീഡിയോ ആണ് വരാൻ പോണേട്ടോ. എൻഗേജ്മെന്റ് ആണ് പരിപാടി. നല്ല അടിപൊളി അള്ളാഹു ഭംഗിയാക്കി തരട്ടെ. ആഗ്രഹിച്ച പോലൊക്കെ മോൻക്ക് താത്താന്റെ മോനെ ആഗ്രഹിച്ച പോലൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ അള്ളാഹു റെഡിയാക്കി തരട്ടെ. കുട്ടിമോനെ ആ വണ്ടിന്ന് സൈഡ് നടത്താ. അപ്പോ മുത്തു വണ്ടി അവിടെ ആ മതില് പൊളിച്ചു പോയി. പൊളിച്ചല്ല, രാത്രിയല്ലേ കാണൂല. അവിടെ വണ്ടി എടുക്കുമ്പോ ഭയങ്കര പണിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. മോനും പൊന്നൊക്കെ അമ്മായി ഇമ്മാനെ കൊണ്ടുപോകാൻ വന്നിരുന്നു. താത്തി മോനും എൻഗേജ്മെന്റുള്ള മോനും താത്തയും കൂടി ഇമ്മാനെ കൊണ്ടുപോകാൻ വന്നിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ. അപ്പൊ എടുക്കാൻ പറ്റിയില്ല, മനസ്സിലായി. അപ്പൊ അവര് മറന്നാണ് ശരിക്കും പറയുകയെങ്കിൽ. അതായത് ഈ നാത്തൂത മനസ്സിലായില്ലേ, ചെറിയ പെങ്ങളെ വീട്ടിലാണ് എൻഗേജ്മെന്റ്. അപ്പൊ ചെറിയ പെങ്ങള് കൊണ്ടുപോകാൻ വന്നീന്ന്. അപ്പൊ ഇമ്മ പോയി. അമ്മായിന്റെ കൂടെ എന്ത് ചെയ്ത് പൊന്നും മോനും പോയി. എന്താ വെച്ചാൽ താത്താന്റെ മോൻ ഇച്ചുള്ളല്ലോ. അപ്പൊ നാളെ ഇപ്പൊ ഏതായാലും ഞങ്ങളാണ് പോവാനുള്ളതല്ലേ. അപ്പൊ ഓലുണ്ടാളും പോയി. പിന്നെ കുട്ടിമോനും മുത്തോണ്ട് ഇവിടെ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് തരാം എല്ലാവർക്കും. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തും കമന്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.